ആരോഗ്യമന്ത്രി അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ അത്രയും മെച്ചമല്ല ഇന്നത്തെ ആരോഗ്യമന്ത്രി. അത്രയേ ഉള്ളൂ. ഇന്ന് മഴ ചാറിക്കഴിഞ്ഞാൽ എല്ലാം വെള്ളപ്പൊക്കമായി ഇവിടെ. കൊച്ചിനെ അപേക്ഷിച്ച് അതാണ് ഇവിടെ മെയിനായിട്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് അത്. ആരോഗ്യ മേഖലയിൽ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ചികിത്സയേക്കാൾ പ്രധാനം രോഗപ്രതിരോധമാണ്. ആരോഗ്യമേഖലയിലെ ഈ ആപ്തവാക്യം കേരളത്തിന് എങ്ങനെ നഷ്ടമായി? ഡെങ്കി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പകർച്ചവ്യാധികൾക്ക് മുന്നിൽ കേരളം പകച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടുണ്ട്. കാരണം എല്ലാത്തിനും വില കൂടുതലാണ്. മെയിനായിട്ട് അത് തന്നെയാണ് പറയാനുള്ളത്. പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. അത് ആവശ്യമില്ല. അത് എനിക്കത് തന്നെ പറയാനുള്ളത്. നമ്മൾ ആരോഗ്യ മേഖലയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കേണ്ടത്. നമ്മൾ ജനങ്ങളായാലും പൊതുജനങ്ങളായാലും നല്ല. ഇപ്പോൾ മഴക്കാലം വരാൻ പോവാണ്. ഇനിയിപ്പോൾ മഴക്കാല രോഗങ്ങളാണ് വരാൻ പോകുന്നത്. ഇവിടെ എന്തെങ്കിലും വൃത്തിഹീനമായിട്ടാണ് എല്ലാം കിടക്കുന്നത്. ആരും ശുചീകരണമോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് മഴ ചാറിക്കഴിഞ്ഞാൽ എല്ലാം വെള്ളപ്പൊക്കമായി ഇവിടെ. കൊച്ചിനെ അപേക്ഷിച്ച് അതാണ് ഇവിടെ മെയിനായിട്ട്. 4 ഭാഗം വൃത്തിയില്ല. ആളുകളുടെ അശ്രദ്ധക്കുറവ്, പിന്നെ പണ്ടത്തെ രീതിയിലുള്ള ജീവിതശൈലികൾ മാറി. പിന്നെ ഇന്നിപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ആരും പരിസരം വൃത്തിയാക്കാനോ സമൂഹം നന്നാക്കാനോ നോക്കുന്നില്ല. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നു. എല്ലായിടത്തേക്കും വലിച്ചെറിയുന്നു സാധനങ്ങൾ. പണ്ടെന്ന് പറയുമ്പോൾ പണ്ടുള്ള അമ്മമാർ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ മിറ്റ് വഴിച്ച് പുകയ്ക്കുമായിരുന്നു. അപ്പോൾ ക്ഷുദ്രജീവികളൊക്കെ പോകുമായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതം എല്ലാം മാറി. പഴയ തലമുറ നല്ലതായിരുന്നു. അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ജീവിത രീതി വന്നപ്പം രോഗങ്ങളും പെരുകി, എല്ലാം പ്രശ്നങ്ങളും കൂടുതലായി. ആരോഗ്യവും ശരിയല്ലാതെ. അപ്പോൾ ആ രീതിയിലേക്ക് ഒന്ന് എത്തിയാൽ നല്ലതായിരിക്കും. ബോധവൽക്കരിച്ച് സർക്കാരിൻ്റെ ഒരു എന്താ പറയണേ, അനാസ്ഥക്കുറവാണ്. അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ അത്രയും മെച്ചമല്ല ഇന്നത്തെ ആരോഗ്യമന്ത്രി. അത്രയേ ഉള്ളൂ. ആരോഗ്യ മേഖലയിൽ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. അതിപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നോ സ്വകാര്യ ആശുപത്രികളിൽ നിന്നോ എന്നൊന്നുമില്ല. എല്ലാ ആശുപത്രികളിലും ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ചില സമയത്ത് ഇതെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടും. ചിലപ്പോൾ വലിയ ചർച്ചയാവും. ചിലപ്പോൾ പല രീതിയിലും അതിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഏത് മീഡിയ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്താൽ അറിയാം. കാരണം അവിടെ പല രീതിയിലുള്ള പിഴവുകളും സംഭവിക്കുന്നുണ്ട്. പലരും പ്രതികരിക്കാറില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് അത്. പിന്നെ നമ്മുടെയും ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുണ്ട്. നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് അവനവൻ സംരക്ഷിക്കുക. പിന്നെ ശുചിത്വമായിട്ടിരിക്കുക. അവനവൻ്റെ വീടുകളിലാണെങ്കിലും ആ ഒരു വൃത്തി സൂക്ഷിക്കുക ഉള്ളതൊക്കെ തന്നെയാണ്. ഭരിക്കണവരുടെ കുഴപ്പം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ആരോഗ്യ മേഖലയൊക്കെ ഇങ്ങനെ തകരാറായി കിടക്കണം. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഭരണം മാറട്ടെ, പുതിയ സർക്കാർ വരട്ടെ. അപ്പോൾ നന്നാകുമായിരിക്കും. വിശ്വസിക്കുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.